നമസ്കാരം. പ്രധാന വാർത്തകൾ. നന്ദിപ്രമേയ ചർച്ച ഗവർണർക്കെതിരെ ആയുധമാക്കി ഭരണപക്ഷ എംഎൽഎമാർ. പക്വതയില്ലെന്ന് കെ ശൈലജ. ഗവർണർ പദവിയെ വേണ്ടെന്ന് ഇ ചന്ദ്രശേഖരൻ. വിമർശനം നന്ദിപ്രമേയ ചർച്ചയിൽ. CRPF സുരക്ഷയിൽ കേന്ദ്ര ഉത്തരവ് സംസ്ഥാനത്തിന് കൈമാറി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. KPCC ജാഥയ്ക്ക് വേണ്ടി സഭാ സമ്മേളനം പുനഃക്രമീകരിച്ച് സഹകരിക്കണമെന്ന് സതീശൻ. നിങ്ങൾ വലിയ സഹകരണമാണല്ലോ എന്ന് മുഖ്യമന്ത്രി. സമ്മേളനം വെട്ടിച്ചുരുക്കി. ക്ഷേമ പെൻഷനെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ആത്മഹത്യ ചെയ്ത ജോസഫിന് ഡിസംബറിലും പെൻഷൻ ലഭിച്ചുവെന്ന് ധനമന്ത്രി. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലെന്ന് VD സതീശൻ. ആത്മഹത്യ സാമ്പത്തിക പ്രതിസന്ധി മൂലമെന്ന് കളക്ടറുടെ റിപ്പോർട്ട്. വിലക്കയറ്റത്തിനെതിരായ മഹിളാ കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. കോട്ടയം സീറ്റിൽ ജോസ് കെ മാണി മത്സരിക്കണമെന്ന് കേരള കോൺഗ്രസ് ML മുറവിളി. ചാഴിക്കാടന് വിജയസാധ്യതയില്ലെന്ന് PM മാത്യു. ചുവരെഴുതി തുടങ്ങിയെന്ന് ജോസഫ് വിഭാഗം. ഇടുക്കി സീറ്റിനായി LDF-ൽ ജോസ് കെ മാണി പക്ഷം. ലാലു പ്രസാദ് യാദവ് EDക്ക് മുന്നിൽ. ചോദ്യം ചെയ്യൽ ജോലിക്ക് ഭൂമി കോഴക്കേസിൽ BJP എതിർക്കുന്നവർക്ക് EDയുടെ ക്ഷണക്കത്ത് ലഭിക്കുമെന്ന് നിസാബ് ഭാരതി. ലാലു അഴിമതിക്കാരനെന്ന് സാമ്രാട്ട് ചൗധരി. ഹേമന്ത് സോറന്റെ വസതിയിൽ ED പരിശോധന. करते हैं तो मैं नहीं मानता हूं कि पेरेंट्स को या टीचर्स को इस प्रकार की ट्रस्ट डेफिसिट की स्थिति पैदा होगी, आपके प्रति अविश्वास का कारण बनेगा। उसी प्रकार से मां बाप को भी सोचना चाहिए। പരീക്ഷാ പേ ചർച്ചയിൽ രാജ്യത്തെ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച് പ്രധാനമന്ത്രി. പരീക്ഷാ പേടിയെ മനഃശക്തി കൊണ്ട് മറികടക്കണമെന്ന് നരേന്ദ്രമോദി. പരിപാടിയുടെ അവതാരകയായി കോഴിക്കോട് സ്വദേശിനി മേഘ്ന. കാസർഗോഡ് 10ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യയിൽ നടപടി. 2 പേർ അറസ്റ്റിൽ. പാലക്കാട് ആലത്തൂരിൽ ബാറിൽ വെടിവെപ്പ്. മാനേജർക്ക് വെടിയേറ്റു. 5 പേർ പോലീസ് കസ്റ്റഡിയിൽ. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ നന്ദിപ്രമേയ ചർച്ചയിൽ ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണപക്ഷം. നന്ദിപ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ച ഇ ചന്ദ്രശേഖരൻ ഗവർണർ പദവി തന്നെ വേണ്ട എന്ന CPI നിലപാട് സഭയിൽ വ്യക്തമാക്കി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച ശേഷമാണ് നന്ദിപ്രമേയ ചർച്ച നടന്നത്. നയപ്രഖ്യാപനം കേവലം ചടങ്ങു മാത്രമാക്കി മാറ്റിയ ഗവർണർക്കെതിരെയുള്ള ഭരണപക്ഷത്തിന്റെ അമർഷം വ്യക്തമാക്കുന്ന നയപ്രഖ്യാപനത്തിൽ നന്ദിപ്രമേയ ചർച്ചയാണെന്ന് സഭയിൽ നടന്നത്. ഇ ചന്ദ്രശേഖരനാണ് നന്ദിപ്രമേയം അവതരിപ്പിച്ചത്. തുറന്നു നടത്തിയ പ്രസംഗത്തിൽ രൂക്ഷ വിമർശനം അദ്ദേഹം ഗവർണർക്കെതിരെ ഉന്നയിച്ചു. എങ്ങനെയാണ് ഗവർണറോട് നന്ദി പറയുമെന്ന് എന്നാണ് അദ്ദേഹം പ്രധാനമായും ചോദിച്ചത്. മാത്രമല്ല, ഈ ഗവർണർ പദവി തന്നെ കൊളോണിയൽ ശേഷിപ്പാണ് എന്ന CPI നിലപാട് പറഞ്ഞുകൊണ്ട് ഗവർണർ പദവി ഇല്ലാതാക്കാൻ ഭരണഘടനാ ഭേദഗതി വേണമെന്ന ആവശ്യം CPIയുടെ നിലപാട് കൂടി ഇ ചന്ദ്രശേഖരൻ സഭയിൽ മുന്നോട്ട് വച്ചു. നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഗവർണർ പദവി പഴയ കൊളോണിയൽ വ്യവസ്ഥയുടെ ബാക്കിപത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം. CPIയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവർണർ പദവി തന്നെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് സർ രേഖപ്പെടുത്താറുള്ളത്. ഗവർണർ നയപ്രഖ്യാപനം അവതരിപ്പിച്ച രീതിക്കെതിരെ പ്രതിഷേധമുയരണമെന്നാണ് കെ ശൈലജ ആവശ്യപ്പെട്ടത്. കേരളത്തിലെ ഗവർണർ ആ നന്ദിപ്രമേയത്തോട് കാണിച്ചിട്ടുള്ള സമീപനം അത്യന്തം പ്രതിഷേധാർഹമാണ്. പ്രതിപക്ഷം ഇന്ന് നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനോടും നന്ദിപ്രമേയത്തെ അവഹേളിച്ചിട്ടുള്ള നയപ്രഖ്യാപനത്തെ അവഹേളിച്ചിട്ടുള്ള
ഗവർണറോടുമാണ്. പി ബാലചന്ദ്രനും കെ വി സുമേഷും അടക്കമുള്ള സി പി എം നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. സർ സി പിയുടെ ചരിത്രം ഓർമ്മിച്ചുകൊണ്ടാണ് കെ വി സുമേഷ് പ്രസംഗിച്ചത്. പ്രതിപക്ഷ ബഹിഷ്കരണത്തിന് ശേഷമാണ് സഭയിൽ നന്ദിപ്രമേയ ചർച്ച ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. എങ്കിലും ഗവർണർക്കെതിരെ ഭരണപക്ഷം നന്ദി പറയുന്നതിന് പകരം രൂക്ഷ വിമർശനങ്ങളാണ് മൊത്തത്തിൽ നന്ദിപ്രമേയ ചർച്ചയുടെ ഭാഗമായി സഭയിൽ ഉയർന്നു കേട്ടത്. ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ജോസഫ് ആത്മഹത്യ ചെയ്തത് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനാൽ അല്ലെന്ന് ധനമന്ത്രി നിയമസഭയെ അറിയിച്ചു. നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും ജോസഫിന് പെൻഷൻ ലഭിച്ചിരുന്നു. ഒരു വർഷത്തിനിടയിൽ ജോസഫ് 52,400 രൂപ പെൻഷൻ ഇനത്തിൽ കൈപ്പറ്റിയിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് ധനമന്ത്രി നൽകിയ മറുപടി പ്രതിപക്ഷം ആയുധമാക്കി. ആത്മഹത്യയ്ക്ക് കാരണം പെൻഷൻ അല്ലെന്ന് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ധനമന്ത്രി പറഞ്ഞത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു. സഭയുടെ നടുത്തളത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ MLA-മാർ സഭ ബഹിഷ്കരിച്ച് കവാടത്തിൽ കുത്തിയിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നതും ഇതുമൂലം കോഴിക്കോട്ട് അംഗപരിമിതൻ ആത്മഹത്യ ചെയ്ത സംഭവം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷത്ത് നിന്ന് PC വിഷ്ണുനാഥാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകിയത് ഈ ആത്മഹത്യ പെൻഷൻ കിട്ടാത്തത് മൂലമല്ല, നവംബർ 9-നാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആത്മഹത്യ ചെയ്യുമെന്ന് കാണിച്ച് ജോസഫ് കത്ത് നൽകുന്നത്. നവംബറിലും ഡിസംബറിലും ജോസഫിന് പെൻഷൻ ലഭിച്ചിരുന്നു. ജനുവരി 22-നാണ് ആത്മഹത്യ നടന്നത്. മാത്രവുമല്ല, നേരത്തെ 2 തവണ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ള ആളാണ് ജോസഫ് എന്ന കാര്യം കൂടി ധനമന്ത്രി സഭയിൽ പറഞ്ഞു. ഈ ടിയാൻ ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ചുള്ള അത് പിന്നെ ഈ അവിടെ റിപ്പോർട്ട് കിട്ടി പോലീസ് ആവശ്യമായ കേസെടുത്തിട്ടുണ്ട്. സർ, പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ടിയാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്തു നിന്നും ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്ത് എഴുതിയിരുന്ന കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം നടന്നു വരുന്നുണ്ടെന്നാണ്. അതായത് സാർ, അന്വേഷണം നടന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് വരട്ടെ സാർ. അത് അതിനകത്ത് എഴുതിയേക്കുന്നത്. എന്നാൽ ധനമന്ത്രിയുടെ വാക്കുകൾ പ്രതിപക്ഷം ആയുധമാക്കി ആത്മഹത്യയെ പോലും അപഹസിക്കുന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ മാറുകയാണ്. ജോസഫിന്റെ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന മരുന്ന് പെട്ടിക്ക് മുകളിൽ പെൻഷൻ ലഭിക്കാത്തതുകൊണ്ടാണ് ആത്മഹത്യയെന്നും സർക്കാരാണ് ഉത്തരവാദിയെന്നും രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ആധികാരികത അന്വേഷിക്കുന്ന സർക്കാരിന്റെ നടപടി അപഹാസ്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അതിന്റെ ആധികാരികതയെക്കുറിച്ച് ആത്മഹത്യ ചെയ്ത ആള് എഴുതി വെച്ച കുറിപ്പടിയുടെ ആധികാരികതയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എത്ര ദിവസമായി? അപ്പൊ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ട് ആ ആത്മഹത്യയെ തെറ്റായ തരത്തിൽ ഈ നിയമസഭയിൽ പറഞ്ഞത് ധനകാര്യമന്ത്രിയാണ്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്. നിങ്ങൾ ഈ 5 മാസം പെൻഷൻ കൊടുക്കാത്തത് തെറ്റല്ല. അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് മാത്രം കിട്ടി ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളല്ലേ പാവങ്ങൾ പോലും? അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷാംഗങ്ങളെത്തി. പിന്നീട് ഏറെ നേരം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഒടുവിൽ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് സഭാ കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷാംഗങ്ങൾ കുത്തിയിരുന്നു. കേന്ദ്രത്തിന്റെ തെറ്റായ സാമ്പത്തിക നടപടികളാണ് സംസ്ഥാനത്തെ ഞെരുക്കുന്നതെന്നും പ്രതിപക്ഷത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ 8-ന് ഡൽഹിയിൽ നടക്കുന്ന കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കണമെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തിരുവനന്തപുരം. പെൻഷൻ കിട്ടാതെ ജീവനൊടുക്കിയ സംഭവത്തിൽ സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയെന്ന് ജില്ലാ കളക്ടർ. മരിച്ചയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നും കളക്ടർ അറിയിച്ചു. അല്ല, ഇത് വിഷയത്തിൽ ഓൾറെഡി ഗവൺമെന്റ് ലെവലിൽ ഞാൻ ടേക്കപ്പ് ചെയ്തിരുന്നു. അല്ല, കാരണം നമ്മുടെ സൈഡിലേക്ക് സിസ്റ്റം കുറിച്ച് നിങ്ങൾക്കറിയാം, ഇത് പെൻഷൻ പോലെ നമുക്ക് ഗവൺമെന്റ് സിസ്റ്റമിലാണ്. LSGDയും പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയറിൽ കൂടെയാണ്. ഞാൻ ഈ സ്പെസിഫിക് കേസിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് അയച്ചിരുന്നു. പക്ഷേ യെസ്, ദർ ഹാസ് ബീൻ കുറച്ച് ഡിലേസ് ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ആണ്. പെൻഷനിലേക്ക് വേണ്ടി വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷേ നമ്മുടെ ഒഫീഷ്യൽ സൈഡിലേക്ക് വി ഹാവ് ടേക്കൻ അവർ ആക്ഷൻ. We have tried to ensure कि maximum time ആയിട്ട് പെൻഷൻ പോകും. ആൻഡ് അങ്ങനെ ഒരു കേസസ് ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി റെക്ടിഫൈഡ്. പിന്നെ ഇപ്പോഴുള്ള ഞാൻ ഗവൺമെന്റിന് റിപ്പോർട്ട് അയച്ചു എന്താണ് നമ്മുടെ സൈഡിലെ പ്രശ്നം. പക്ഷേ ഇത് ജില്ലാ ലെവലിൽ മാത്രം പ്രശ്നമില്ല, ഫുൾ സിസ്റ്റമിനെ കുറിച്ച് പ്രശ്നമാണ്. ഇത് നമുക്ക് നോക്കേണ്ടി വരും. അങ്ങനെ ഞാൻ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇത് എൻ്റെ കോർ സബ്ജക്റ്റ് ഇല്ല. ഇത് ഗവൺമെന്റ് ലെവലിൽ കുറച്ച് ബെറ്റർ ക്ലാരിറ്റി വരും.
It is not purely a financial matter or administrative matter. അത് നമുക്ക് ഇപ്പമുള്ള സിറ്റുവേഷനിൽ പറയാൻ പറ്റത്തില്ല. Let us find out. കാര്യോപദേശക സമിതി യോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ തർക്കം. സഭാ സമ്മേളനം എന്നുവരെ ചേരണം എന്ന ചർച്ചയ്ക്കിടെയായിരുന്നു തർക്ം. ജാഥ നടക്കുന്നതുകൊണ്ട് സർക്കാർ സഹകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ വലിയ സഹകരണമാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി 15-ന് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് സംസ്ഥാനത്തിന് കൈമാറി. CRPF-നെ ഉപയോഗിച്ച് Z+ സുരക്ഷ കൈമാറണമെന്ന് ഉത്തരവിൽ പറയുന്നു. അതേസമയം സുരക്ഷാ ക്രമീകരണം നിശ്ചയിക്കാൻ നാളെ രാജ്ഭവനിൽ അവലോകന യോഗം ചേരും. കേരള പോലീസ്, CRPF, രാജ്ഭവൻ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. വില വർധനവിൽ പ്രതിഷേധിച്ച് കാലിക്കലവുമായി മഹിളാ കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സംസ്ഥാനത്തെ മുച്ചൂടും മുടിച്ചുവെന്ന് VD സതീശൻ. അരിവില വർധനയും കാലിയായ സപ്ലൈകോ മാവേലി സ്റ്റോറുകളും ജനജീവിതം ദുസ്സഹമാക്കിയെന്ന് ജബീം മേത്തർ MP പറഞ്ഞു. കാലിക്കലങ്ങൾ റോഡിൽ എറിഞ്ഞു പൊട്ടിച്ച് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇടവേള. പൊൻകതിർ പുട്ട് സോഫ്റ്റാകാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്ന് ഹാജരായില്ല. നിയമസഭ നടക്കുന്നതിനാൽ ആണ് ഹാജരാകാത്തത് എന്ന് കാട്ടി ഇമെയിൽ മുഖാന്തിരം സുരക്ഷാ ഉദ്യോഗസ്ഥർ അവധിക്ക് അപേക്ഷ നൽകി. ഗൺമാൻ അനിൽ കല്ലിയൂർ, സന്ദീപ് ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് സൗത്ത് പോലീസ് നോട്ടീസ് നൽകിയിരുന്നത്. കേസെടുത്ത് 1 മാസമായിട്ടും തുടർ നടപടികൾ ഇല്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു നോട്ടീസ്. ഡിസംബർ 15-ന് നവകേരള ബസ്സിനു നേരെ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിച്ച KSU ആലപ്പുഴ പ്രസിഡന്റ് തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി അജയ്, ജുവൽ കുര്യാക്കോസ് എന്നിവർക്ക് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്ന് മർദ്ദനം ഏറ്റിരുന്നു. ലോക്കൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത പ്രവർത്തകരെ അനിൽ കല്ലിയൂരിൻ്റെ നേതൃത്വത്തിൽ വളഞ്ഞിട്ട് അടിക്കുകയായിരുന്നു. കോടതി ഇടപെടലിനെ തുടർന്ന് മാത്രമാണ് സംഭവത്തിൽ ലോക്കൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി. K. മുരളീധരൻ MP ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച പരാതിയിലാണ് നടപടി. 15 ദിവസത്തിനകം വിശദീകരണം സ്പീക്കർക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം. മാത്യു കുഴൽനാടനെതിരെ റവന്യൂ വകുപ്പ് ഭൂമി കയ്യേറ്റത്തിന് കേസെടുത്തു. ചിന്നക്കനാലിൽ 50 സെന്റ് ഭൂമി കയ്യേറിയതിനാണ് കേസ്. ഹിയറിംഗിന് ഹാജരാകാൻ മാത്യുവിന് നോട്ടീസ് നൽകി. ചിന്നക്കനാലിലെ മാത്യു കുഴൽനാടന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തെ തുടർന്നാണ് കയ്യേറ്റം കണ്ടെത്തിയത്. മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ 23 സെന്റ് ഭൂമിക്കൊപ്പം 1/2 ഏക്കർ സർക്കാർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായാണ് കണ്ടെത്തൽ. ഇത് റവന്യൂ വകുപ്പ് ശരിവെക്കുകയും ഉടുമ്പൻചോല തഹസീൽദാർ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികൾ ആരംഭിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കാൻ ചിന്നക്കനാൽ വില്ലേജിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നടപടിക്രമങ്ങളുടെ തുടർച്ചയായാണ് ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുത്തത്. കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കുവാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മാത്യുവിന് നോട്ടീസ് നൽകി. വില്ലേജ് ഓഫീസർ ചിന്നക്കനാലിലെ റിസോർട്ടിൽ നേരിട്ടെത്തിയാണ് നോട്ടീസ് നൽകിയത്. ഒഴിപ്പിക്കൽ നടപടികൾ വേഗത്തിൽ ആക്കുന്നതിന്റെ ഭാഗമായാണ് നോട്ടീസ് നൽകിയതെന്നാണ് സൂചന. ന്യൂസ് 18 ഇടുക്കി. തോമസ് ചാഴിക്കാടന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത. തോമസ് ചാഴിക്കാടന് വിജയസാധ്യതയില്ലെന്ന് ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ PM മാത്യു ന്യൂസ് 18നോട് പറഞ്ഞു. ജോസ് കെ മാണി തന്നെ കോട്ടയം ലോക്സഭാ സീറ്റിൽ മത്സരിക്കണമെന്നും തോമസ് ചാഴിക്കാടൻ മത്സരിച്ചാൽ CPIM വോട്ടുകൾ നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്ന് PM മാത്യു പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ
ഉന്നതാധികാര സമിതി അംഗം PM മാത്യു അദ്ദേഹമാണ് എന്നോടൊപ്പം, മുൻ MLA കൂടിയായ അദ്ദേഹമാണ് എന്നോടൊപ്പം ചേരുന്നത്. എന്താണ് LDFിലാണ് ഇത്തവണ, കഴിഞ്ഞ തവണ UDFിൽ മത്സരിച്ചു, എന്താണ് ഇത്തവണത്തെ ഒരു സാധ്യത? കഴിഞ്ഞ തവണ UDFിൽ 1,06,000 വോട്ടിനാണ് ജയിച്ചത്. ഒന്ന്, അത് UDFിനപ്പുറമുള്ള ഒരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കോൺസ്റ്റിറ്റ്യുവൻസി മാറുന്നില്ല, മുന്നണി മാറിയിരിക്കുന്നു. മുന്നണി മാറി മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ ആളായിട്ട് നിൽക്കുന്നില്ല, ആ പാർട്ടി തന്നെ മുന്നണിയിൽ വിട്ട് അപ്പുറത്ത് നിന്ന് മത്സരിക്കുക. ആ മത്സരത്തിന് ഏതായാലും നിലവിലുള്ള UDFിൻ്റെ അപ്പുറക്കാരനോടൊപ്പം ഒരു മൈനസ് പോയിൻ്റുണ്ട്. അപ്പോൾ ആ മൈനസ് പോയിൻ്റോടെ മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ട് പാർട്ടി സീറ്റ് മേടിക്കുകയും മത്സരിക്കുകയും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരവും പ്രായോഗികവും. കൂടുതൽ ശക്തൻ വേണമെന്ന് പറയുമ്പോൾ ആരാണ്? ജോസ് കെ മാണിയെ പോലുള്ള ആളാണ് പിന്നീട് അപ്പുറത്ത് നമുക്ക് പറയാൻ പറ്റുന്ന വലിയൊരു ഫിഗറുള്ള സ്ഥാനാർത്ഥികൾ? അതിനൊരു കുഴപ്പമില്ല. കാരണം ജോസ് കെ മാണി കോട്ടയം പാർലമെൻറ്റിൽ 1914-ലും 19-ലും 2 വർഷം ജയിച്ച ആളാണ്. 1909-ലും 14-ലും 2 പ്രാവശ്യം മത്സരിച്ച് ജയിച്ച ആളാണ്. പാർട്ടിയുടെ ചെയർമാനാണ്. ഇപ്പോൾ രാജ്യസഭയിൽ ഇരിക്കുന്നു. രാജ്യസഭയുടെ കാലാവധി തീരാൻ പോകുന്നു. അധികം നാളില്ല, ഇത് കഴിഞ്ഞാൽ ഉടനെ രാജ്യസഭയുടെ കാലാവധി തീരുകയാണ്. അപ്പം എന്തുകൊണ്ട് നോക്കിയാലും, കമ്മ്യൂണൽ കോമ്പിനേഷൻ നോക്കിയാലും, കോട്ടയം ജില്ല നോക്കിയാലും, KM മാണി സാറിൻ്റെ പാരമ്പര്യം നോക്കിയാലും, പിന്നെ ഒരാൾ അവിടെ അങ്ങനെ മത്സരിക്കാതെ ഉള്ള ഒരാൾ ഈ പാർലമെൻറ്റ് വരാനുള്ളത് ജോസ് കെ മാണിയാണ്. ചെയർമാനായപ്പോൾ ജോസ് കെ മാണി വന്നാൽ LDFിൻ്റെ CPMനും മറ്റു കക്ഷികൾക്കൊക്കെ കുറേ കൂടി ഒരു താല്പര്യത്തോടും ആശയോടും കൂടി അദ്ദേഹത്തെ ജയിപ്പിക്കേണ്ടി വരും. LDFിനെ സംബന്ധിച്ച് ജയിപ്പിക്കാൻ അവർ നിർബന്ധിതരാകും. കാരണം അവരുടെ കൂടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അല്ലെങ്കിൽ അതിനകത്ത് ആത്മാർത്ഥത കാണിച്ചില്ല എന്ന് വരും. ഇടതു മുന്നണിയിലേക്കുള്ള മാറ്റം ഇപ്പോഴും അംഗീകരിക്കാത്ത പ്രവർത്തകർ ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ അത് സ്വാഭാവികമായി കുറേ ഉണ്ടാകില്ല. കാരണം ഞാനതാ പറഞ്ഞത്, ആ യോജിപ്പിന് ശേഷം 39 കൊല്ലം UDFിലാണ് നിന്നത്. അന്നേരം കരുത്തനായ മാണി സാർ ഉണ്ടായിരുന്നു. എങ്ങനെ വന്നാലും ജോർജ് സാറുമായിട്ടും പല പൊളിറ്റിക്കലിൽ ഏറ്റുമുട്ടിയപ്പോൾ കരുത്തനായിരുന്നു പുള്ളി, കരുത്തനായിരുന്നു പുള്ളി. എങ്ങനെയെങ്കിലും അത് തന്ത്രപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള അൺഡിസ്പ്യൂട്ടഡ് തർക്കമില്ലാത്ത കഴിവുള്ളൊരു വലിയ നേതാവില്ല. മാണി സാറിൻ്റെ മകന് ആ ഒരു പാരമ്പര്യത്തിൽ, ആ ട്രഡീഷനിൽ പരമ്പരാഗതമായി നിന്ന ആളുകൾ കൂടെ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അനുഭാവികളിലും പ്രവർത്തകരിലും ആ മാറ്റത്തിൽ, വളരെ പെട്ടെന്നുള്ള ആ മാറ്റത്തിൽ പൂർണ്ണമായ ഒരു മാനസിക ഐക്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ UDF നേതാക്കൾ, കെ സുധാകരനും VD സതീശനും അങ്ങനെ പല നേതാക്കളും പലപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ UDFിലേക്ക് വരേണ്ടവരാണ് എന്നാണ്. അതിനോട് എങ്ങനെയാണ് ഒരു കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ്? ഇതിൻ്റെ ബേസ് ഇപ്പം എല്ലാവരും പറയും മാതൃസംഘടന എന്ന് പറയുമ്പോൾ ഏതാണ്? സത്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ മാതൃസംഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. എന്തായാലും KM മാണിക്കൊപ്പം ഉൾപ്പെടെ നിന്ന് പ്രവർത്തന പാരമ്പര്യമൊക്കെയുള്ള കേരള കോൺഗ്രസ് എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതേപോലെ പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അടക്കം അദ്ദേഹം പങ്കുവച്ചത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, News 18 കോട്ടയം. ഇടുക്കി സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം. നിലവിലെ സീറ്റിന് പുറമെ കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്ന സീറ്റിൽ ഇടുക്കിക്കാണ് പ്രഥമ പരിഗണനയെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസഫ് പാലത്തിനാൽ പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ ശക്തി മേഖലയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കേണ്ടതാണ്. ഇക്കാര്യം മുന്നണി നേതൃത്വത്തെ അറിയിക്കുമെന്നും ജോസഫ് പാലത്തിനാൽ പറഞ്ഞു. കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ കേരള കോൺഗ്രസ് മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളെ സംബന്ധിച്ചും കേരള കോൺഗ്രസിന് താല്പര്യമുള്ള സീറ്റുകളെ സംബന്ധിച്ചും ഇടതുപക്ഷ മുന്നണി ചർച്ചയുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. സിറ്റിംഗ് സീറ്റിന് പുറമെ കേരള കോൺഗ്രസ് താല്പര്യപ്പെടുന്ന ആദ്യത്തെ സീറ്റ് പ്രഥമ പരിഗണന നൽകുന്നത് ഇടുക്കി സീറ്റിനാവും എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല. കേരള കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഇടുക്കി. കേരള കോൺഗ്രസും കൂടി ഭാഗമായതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറയിൽ വലിയ വർധനവ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇടുക്കിയിലെ രാഷ്ട്രീയ സാഹചര്യം. ഈ സാഹചര്യത്തിലെ ഇടുക്കി സീറ്റ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വിജയിക്കുവാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകുമെന്നും ശ്രദ്ധയോടുകൂടി സ്ഥാനാർത്ഥി നിർണയം നടത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ അതിനൊക്കെ സ്ഥാനാർത്ഥി ഉണ്ടാകും. കാരണം മുതിർന്ന നേതാക്കൾ മത്സരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി നിർണയമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിജയം മാത്രം ലക്ഷ്യമിട്ടു. വിജയം തന്നെയാണ് ലക്ഷ്യം, അല്ലാണ്ട് ഏത് തെരഞ്ഞെടുപ്പിലാണ് തോൽവി ലക്ഷ്യമിടുക? തോന്നില്ല, അങ്ങനെ ഒന്നും ഒരാളെയും നിർത്തില്ല. ചില പൊതുസമ്മതരെയൊക്കെ നിർത്തുകയാണെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊന്നും നിർത്തുന്നില്ല. നമ്മൾ ഇപ്രാവശ്യം വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ നടത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ MLA-മാരും മുതിർന്ന നേതാക്കളൊക്കെ അതൊന്നും പറയാൻ സാധിക്കില്ല, അതൊന്നും ചർച്ച ചെയ്തില്ല. നമ്മൾ പല പേരുകൾ വരുന്നുണ്ട്. നിങ്ങൾ പല പേരും പറഞ്ഞില്ല, അതിൻ്റെ പിന്നിലേക്ക് വരെ ഞങ്ങളില്ല. ഈ പൊതുസമ്മതരെയൊക്കെ അതുപോലെ പരീക്ഷിക്കുമോ ചില മണ്ഡലങ്ങളിലൊക്കെ? അതൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. ആരൊക്കെയാണ് പരീക്ഷിക്കുക എന്ന് പറയാം. അങ്ങനെയുള്ള പൊതുസമ്മതം ഉണ്ടെങ്കിൽ ഞങ്ങൾ പരീക്ഷിക്കും. അത് പരീക്ഷണമല്ല, അത് വളരെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ അവരെ നിർത്തുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. മുഖ്യമന്ത്രിയും പാർട്ടിക്ക് വിധേയനാണ് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രവർത്തിക്കുന്നതിൽ തെറ്റുപറ്റിയാൽ മുഖ്യമന്ത്രിയെയും തിരുത്തും. ഒറ്റയാൾ തീരുമാനങ്ങൾ അല്ല CPIM-ൽ ഉണ്ടാകുന്നത് എന്നും എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പൊതുവിലൊരു ധാരണ ഉള്ളത് മാഷംഗീകരിക്കില്ലായിരിക്കും, മുഖ്യമന്ത്രിയാണ് പാർട്ടിയിലെയും സർക്കാരിലെ അവസാന വാക്ക്. അദ്ദേഹം എന്ത് പറഞ്ഞാലും അത് അതേപടി ഏറ്റുപാടാനാണ് പാർട്ടി. അതൊക്കെ പാർട്ടിയെ പറ്റി മനസ്സിലാവാത്ത ആളുകൾ പറയുന്ന വിമർശനം മാത്രമാണ്. പാർട്ടിക്ക് വിധേയപ്പെട്ടുകൊണ്ടാണ് ആരും പ്രവർത്തിക്കുന്നത്, മുഖ്യമന്ത്രിയും. തിരുത്തൽ സർക്കാർ തെറ്റുപറ്റോ പാർട്ടി തിരുത്താൻ പറ്റുന്നുണ്ടോ? എന്താ സംശയം? എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് പരസ്പരം മനസ്സിലാക്കി പോവുകയല്ലേ ചെയ്യുന്നത്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പാർട്ടിയുമില്ല, ഗവൺമെൻറ്റും ഇല്ല. എല്ലാം കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒറ്റയാൾ തീരുമാനങ്ങളൊന്നും നടപ്പാവുന്ന പാർട്ടിയല്ലേ? ഒറ്റയാൾ തീരുമാനമൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം. പാർട്ടിയാണ് തീരുമാനിക്കുക. പാർട്ടി തീരുമാനിക്കുന്നത് പാർട്ടിയും അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിനെ എത്രത്തോളം. ഇപ്പോൾ പാർട്ടി തീരുമാനം മുഴുവൻ ഗവൺമെൻറ് നടപ്പിലാക്കാനൊന്നും പറ്റില്ല. ഗവൺമെൻറ് വേറെ സംവിധാനമില്ലേ. പരീക്ഷയുടെ സമ്മർദ്ദമില്ലാതാക്കി വിദ്യാർത്ഥികൾക്ക് മനക്കരുത്തുണ്ടാക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പരീക്ഷാ പേ ചർച്ച സംഘടിപ്പിച്ചു. ചർച്ചയുടെ 7ാം പതിപ്പാണ് ഡൽഹിയിലെ പ്രഗതി മൈതാനിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്നത്. പരീക്ഷാ പേടിയെ മനഃശക്തി കൊണ്ട് മറികടക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. താരതമ്യം കുട്ടികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുവെന്നും മാതാപിതാക്കൾ കുട്ടികളെ സഹോദരങ്ങളുമായി താരതമ്യം ചെയ്യരുത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. परीक्षा पे चर्चा एक कार्यक्रम मेरी भी परीक्षा होता है, तो हमने अपने आप को एक तो किसी भी प्रकार के प्रेशर को झेलने के लिए सामर्थ्यवान बनाना चाहिए. हर परिवार ऐसी स्थितियों में कैसे हैंडल करता है उसकी चर्चाएं होनी चाहिए. उसकी एक सिस्टमेटिक थियरी के बजाय हमने धीरे धीरे चीजों को इवॉल्व करना चाहिए. अगर ये इवॉल्व करते हैं तो मुझे पक्का विश्वास है कि हम इन चीजों से बाहर निकल के आते हैं. और इसलिए मेरी सभी पेरेंट्स से आग्रह है कि कृपा करके बच्चों की इस प्रकार की कंपैरिजन, अपने ही संतानों की ऐसी कंपैरिजन मत कीजिए. हमें अपने दोस्त में से ईर्ष्या भाव के बजाय उसके सामर्थ्य को ढूंढने का प्रयास करना चाहिए. तो हम दोनों को एक दूसरे की ताकत जोड़ेगी और हम अधिक सामर्थ्यवान बनेंगे. और इसलिए कृपा करके हम अपने दोस्तों से स्पर्धा और ईर्ष्या के भाव में न डूबें. ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം 3000 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 2 വിദ്യാർത്ഥികളും ഓരോ അധ്യാപകരും വീതം പ്രത്യേക അതിഥികളാണ്. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിയായ മേഘ്ന എൻ നാഥാണ് പരിപാടി നിയന്ത്രിക്കുന്നത്. ആദ്യമായാണ് ഒരു മലയാളി പെൺകുട്ടിക്ക് പരിപാടി നിയന്ത്രിക്കാൻ അവസരം ലഭിക്കുന്നത്. ഇത്തവണ 2,25,00,000 പേർ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. RJD നേതാവും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിനെ ED ചോദ്യം ചെയ്യുന്നു. പട്നയിലെ ED ഓഫീസിലാണ് ലാലു പ്രസാദ് യാദവ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. പട്ന ED ഓഫീസിന് മുന്നിൽ RJD പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. EDയുടെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുമെന്നും BJPയെ എതിർക്കുന്നവർക്കെല്ലാം EDയുടെ ക്ഷണക്കത്ത് ലഭിക്കാറുണ്ട് എന്നും ലാലു പ്രസാദ് യാദവിൻ്റെ മകളും RJD MPയുമായ ഡോക്ടർ മിസ ഭാരതി പ്രതികരിച്ചു.
ജോലിക്ക് പകരം ഭൂമി കോഴക്കേസിലാണ് ലാലു പ്രസാദ് യാദവിനെ ചോദ്യം ചെയ്യുന്നത്. ബീഹാറിലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ED നടപടികൾ. ലാലു പ്രസാദ് യാദവ് അഴിമതിക്കാരനാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി പറഞ്ഞു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ഹേമന്ത് സോറന്റെ ഡൽഹിയിലുള്ള വസതിയിലാണ് പരിശോധന. കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിൽ കഴിഞ്ഞ ആഴ്ചയിലും സോറനെ ED ചോദ്യം ചെയ്തിരുന്നു. കാസർഗോഡ് സുഹൃത്തിന്റെ ഭീഷണിയെ തുടർന്ന് 10ാം ക്ലാസ്സുകാരി ജീവനൊടുക്കി. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവാവിന്റെ നിരന്തരമായുള്ള ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് പെൺകുട്ടിയുടെ മരണമൊഴി. 10ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനിയുമായി മൊഗ്രാൽ പുത്തൂർ സ്വദേശി അൻവർ ഇഷ്ടത്തിലായിരുന്നു. പിന്നീട് വീട്ടുകാർ ഇടപെട്ട് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു പെൺകുട്ടി. അതിനുശേഷം ഈ പെൺകുട്ടിയെ നിരന്തരം ഈ അൻവർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പിതാവിനെ ഉൾപ്പെടെ കൊലപ്പെടുത്തുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി. ഇതേ തുടർന്ന് മനംനൊന്നാണ് ഈ കുട്ടി എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പിന്നീട് ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ എലിവിഷം കഴിച്ച് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. പിന്നീട് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ പെൺകുട്ടി മരണപ്പെടുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊഗ്രാൽ പുത്തൂർ സ്വദേശിയായ അൻവറിനെയും ഒപ്പം ഇയാളുടെ സുഹൃത്ത് സഹലിനുമാണ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ട്. കൊല്ലം സ്വദേശി അജാസിനെയാണ് പിടികൂടാനുള്ളത്. ഇയാൾ വിദേശത്തേക്ക് കടന്നതായാണ് പോലീസ് പറയുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വീണ്ടും ഒരു ഇത്തരത്തിലുള്ള സംഭവം നടന്നതിൻ്റെ ഞെട്ടലിലാണ് ഈ ബദിയടുക്ക പ്രദേശമുള്ളത്. എന്തായാലും ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. ഈ സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ പിതാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ വകുപ്പ് പ്രകാരം ഒപ്പം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയുമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വയനാട് ചൂരിമലയിൽ പിടിയിലായ കടുവയെ തൃശ്ശൂരിലേക്ക് മാറ്റി. WYSO9 എന്ന കടുവയെ ആണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയത്. വയനാട്ടിൽ നിന്ന് പിടിയിലായ 2ാമത്തെ കടുവയാണ് സ്ഥലപരിമിതി മൂലം തൃശ്ശൂരിലേക്ക് മാറ്റിയത്. ഇന്നലെ രാത്രിയാണ് WYS09 എന്ന ആൺകടുവയെ കുപ്പാടിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിൽ നിന്ന് പുത്തൂരിലേക്ക് മാറ്റിയത്. പല്ലിലും കാലിലും പരിക്ക് കണ്ടെത്തിയ കടുവയ്ക്ക് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ ചികിത്സ നൽകും. കൊളകപ്പാറ ചൂരിമലയിൽ മാസങ്ങളായി ഭീതി പടർത്തിയ കടുവ ശനിയാഴ്ചയാണ് കൂട്ടിലായത്. 3 മാസത്തിനിടെ 4 വളർത്തുമൃഗങ്ങളെ കൊന്ന ഈ കടുവ തന്നെയാണ് വാഗേരി DC-യിലും വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. ബത്തേരി കുപ്പാടിയിലെ സ്ഥലപരിമിതിയും സൗകര്യക്കുറവും കണക്കിലെടുത്താണ് കടുവയെ പുത്തൂരിലേക്ക് മാറ്റിയത്. നേരത്തെ വാഗേരി മൂടക്കൊല്ലിയിൽ കർഷകൻ പ്രജീഷിനെ കൊന്ന 13 വയസ്സുള്ള ആൺകടുവയെ പിടികൂടി തൃശ്ശൂരിലേക്കാണ് മാറ്റിയത്. ന്യൂസ് 18 വയനാട്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5770 രൂപ, പവൻ 46,160. സ്വർണം 18 ക്യാരറ്റ് ഗ്രാം 4780, പവൻ 32,240. വെള്ളി ഗ്രാം 77, കിലോ 77,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി